ഫസ്റ്റ് വൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം തേടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അജികുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നാണ് ജാമ്യാപേക്ഷയിലെ വാദം. ദ്വാരപാലക ശില്പം കൊണ്ടുപോകാനുള്ള തീരുമാനം തങ്ങൾക്ക് മുൻപുള്ള ബോർഡിന്റേതാണെന്നും ജാമ്യാപേക്ഷയിലുണ്ട്. അറസ്റ്റിലായി 19ാം ദിവസമാണ് പ്രതികൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. MJ പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, കുറച്ച് നാളായി ഇരുവരും ജയിലിൽ തന്നെ കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷയുമായി എത്തുന്നത്. ഈ PS പ്രശാന്ത് സമർപ്പിച്ചിരിക്കുന്ന, അജികുമാറൊക്കെ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയിലെ പ്രസക്തമായ ഭാഗങ്ങൾ എന്താണ് പ്രശാന്തിന്റെ വാദം? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ PS പ്രശാന്തും അജികുമാറും അറസ്റ്റിലായി 20 ദിവസമാകുമ്പോഴാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തങ്ങൾ നിരപരാധികളാണ് എന്നതാണ് ജാമ്യാപേക്ഷയിൽ PS പ്രശാന്തും അജികുമാറും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്നതായിരുന്നു SITയുടെ കണ്ടെത്തൽ. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നതാണ് ഈ വാദമായി PS പ്രശാന്തും അജികുമാറും പറയുന്നത്. ദ്വാരപാലക ശില്പം അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാൻ തീരുമാനമെടുത്തത് തങ്ങൾക്ക് മുന്നേയുള്ള ബോർഡാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല. അതിന്റെ തുടർ നടപടികൾ മാത്രമാണ് പിന്നീട് വന്ന ബോർഡ് സ്വീകരിച്ചത് എന്നുള്ള വാദമാണ് ജാമ്യ ഹർജിയിൽ PS പ്രശാന്തും അജികുമാറും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മാത്രമല്ല, തങ്ങൾക്കെതിരായ അറസ്റ്റ് ഒരു രാഷ്ട്രീയ നടപടിയാണ് എന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. കാരണം നേരത്തെ ഹൈക്കോടതിയിൽ കൊടുത്ത SIT റിപ്പോർട്ടിൽ കൂടുതൽ 7ഓളം പേർ പ്രതികളാകുമെന്നതായിരുന്നു SIT പറഞ്ഞിരുന്നത്. പക്ഷേ PS പ്രശാന്തിന്റെയും അജികുമാറിന്റെയും അറസ്റ്റിന് പിന്നാലെ മറ്റാരെയും SIT ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതികാര നടപടി മാത്രമാണ് എന്നതാണ് ഈ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നതാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇരുവരും അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം അജികുമാർ സമർപ്പിച്ച അപേക്ഷയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും സാധാരണഗതിയിൽ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുന്ന ജാമ്യ അപേക്ഷകൾ തള്ളുന്ന ഒരു പതിവാണ് മുൻകാല കേസുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ കോടതിയുടെ നിലപാട് നിർണായകമായിരിക്കും. നിലവിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് തിരുവനന്തപുരത്ത് PS പ്രശാന്തും അജികുമാറും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരെ SIT പിന്നീട് ചോദ്യം ചെയ്തിട്ടില്ല, കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ നടപടികൾ വൈകുന്നതിനിടയിലാണ് ഇരുവരും ജാമ്യ ഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അരുൺകുമാർ. താങ്ക് യു. പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പ്രശാന്ത്, അതേപോലെ അജികുമാർ എന്നിവരാണ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തങ്ങൾക്കിതിൽ ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവർ അവരുടെ ജാമ്യാപേക്ഷയിൽ പറയുന്നത്.